മാർപ്പാപ്പ മരിച്ചതിന് ശേഷമേ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ ആ മരണത്തിൽ വിഷമവും സങ്കടവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ഉള്ള ഒരു തീവ്രവാദ സംഘടന എന്ന് തന്നെ വിളിക്കാം, തീവ്രവാദ സംഘടനയായിട്ടുള്ള ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനയായിട്ടുള്ള കാസ എന്ന് പറയുന്ന സംഘടന ഈ വിഷയത്തിൽ പ്രതികരിച്ചൊരു രീതിയുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അവർക്ക് മൊത്തം പ്രശ്നമാണ്, അതായത് മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം, മുസ്ലിങ്ങളോട് ഏതോ വിധത്തിലുള്ള ഇവരെ രാഷ്ട്രീയമായിട്ടുള്ളതോ അല്ലാത്തതായിട്ടുള്ള വിദ്വേഷം മാർപ്പാപ്പയുടെ അടുത്തുവരെ എത്തിച്ചു എന്നുള്ളതാണ്. മാർപ്പാപ്പയോടുള്ള വിദ്വേഷം വരെ അവർക്ക് മരിച്ചു പോയിട്ട് പോലും. മനസ്സിലാക്കാം, പുള്ളി ഇങ്ങനെ മുസ്ലിമുകളോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ മാർപ്പാപ്പ എന്ന് പറഞ്ഞ മനുഷ്യൻ നമുക്കെല്ലാവർക്കും അറിയാം, അയാൾ വളരെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള, ഫലസ്തീനിൽ അവിടെ കൊല്ലപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി പുള്ളി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പുള്ളി പലതവണ അതെടുത്ത് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോൾ ഇവർക്കത് മനസ്സിലാവുന്നത് വേറെ തരത്തിലാണ്. ഇവരുടെ ഉള്ളിൽ ഈ വിഷം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ ഇതിങ്ങനെ ഡീൽ ചെയ്യാൻ അവർക്ക് അറിയുള്ളൂ. അത് മാർപ്പാപ്പ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം പ്രചരിപ്പിക്കും. മനസ്സിലായില്ലേ? എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ ഈ സംഘടനയുടെ പേര് മാറ്റണം. ഇതിൻ്റെ പേര് കാസ എന്നല്ല വെക്കേണ്ടത്, കക്കൂസ എന്ന് വെക്കണം. കാസ അല്ല കേട്ടോ, കക്കൂസ. പീസ് ഔട്ട്.